ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ടാലൻറ്റ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവുള്ളൂ. അതേപോലെ നിങ്ങൾക്കൊരു ഗോൾ വേണം, എത്രത്തോളം കാലം അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഡോക്ടർ ആവണം, ഒരു എഞ്ചിനീയർ ആവണം, അതിൻ്റെ പ്രോസസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ പഠിക്കുന്ന കാര്യത്തിൽ ക്യൂരിയസ് ആണ്, പക്ഷേ എനിക്ക് കഴിവില്ല. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്ന സ്ഥലം കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഗോൾ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ ഏത് സ്ഥലത്ത് പഠിക്കണം എന്ന് മനസ്സിലാവുള്ളൂ. എന്താണ് എഫക്റ്റീവ് ലേണിംഗ്? നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, മക്കളെല്ലാവരും കേട്ടിട്ടുണ്ടാവും പഠിപ്പ്. പണ്ടൊക്കെ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നത് കല്യാണം ആലോചിക്കുന്ന സമയത്ത് പഠിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ്. ഞാൻ പഠിക്കുന്ന സമയത്ത് ഓനൊരു പഠിപ്പിസ്റ്റാണോ, പഠിപ്പിസ്റ്റല്ലേ. ഇപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങിയൊരു റാപ്പ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഠിക്കുന്നത് വലിയതോ സ്ഥലത്താണ് അല്ലേ, അൽഹംദുലില്ലാ ഓൻ പഠിക്കണ്ടല്ലോ എന്നുള്ളത്. കുറേ പേര് കേട്ടിട്ടുണ്ടാവും അതിൻ്റെ ഈണങ്ങൾ നിങ്ങളെല്ലാവരും. പക്ഷേ 25 വയസ്സ് കഴിഞ്ഞ ഒരാളെന്ന രീതിയിൽ അതിൻ്റെ വരികളാണ് എനിക്ക് കേൾക്കാനിഷ്ടം, അത് വരികളാണ് എനിക്ക് മനസ്സിലാക്കാനിഷ്ടം. കാരണം നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, പഠിക്കുന്ന സ്ഥലം കൂടി നമുക്ക് എന്ത് ചെയ്യണം, ഫിക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിന് നമുക്ക് എന്ത് വേണം, വി നീഡ് എ ഗോൾ. അപ്പം എല്ലാവരും പറഞ്ഞു ഒരു ഡെസ്റ്റിനേഷൻ വേണം, നമ്മൾ പോകുന്ന സ്ഥലം ഫിക്സ് ചെയ്യണം. അതേപോലെ നിങ്ങൾക്കൊരു ഗോൾ വേണം. ഗോൾ ഉണ്ടായാൽ മാത്രമേ നിങ്ങൾ ഏത് സ്ഥലത്ത് പഠിക്കണം എന്ന് മനസ്സിലാവുള്ളൂ. ആ ഗോൾ ഉണ്ടായാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, പഠിക്കാൻ പറ്റും. ആ പഠിക്കുന്ന രീതി എങ്ങനെ ആയിരിക്കണം, ബി ക്യൂരിയസ്. നമ്മൾ ക്യൂരിയസ് ആയിരിക്കണം വാട്ട് യു പീപ്പിൾ ആർ സ്റ്റഡി. ഇപ്പോൾ ഫിസിക്സിനെ ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് അറിയാം, വാട്ടർ ടാങ്കിൽ നിന്ന് വെള്ളം താഴോട്ട് വന്ന് ഫസ്റ്റ് ഫ്ലോറിലോട്ട് വെള്ളം എത്താനുള്ള കാരണം എന്താണ്, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി, അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആവുന്നതാണെന്ന് എല്ലാവർക്കും അറിയാം. ഫിസിക്സ് ഇഷ്ടമില്ലാത്ത ഒരാൾ തന്നെ ബൈക്കിൽ പോകുന്ന സമയത്ത്, ഒരു വളഞ്ഞ റോഡ് കൂടി പോകുന്ന സമയത്ത് ചെറിയൊരു ടിൽറ്റ് ഉണ്ടാവുന്നു, അതും നിങ്ങൾക്കറിയാം അത് എന്തിനാണെന്നുള്ളത്. ബയോളജി ഇഷ്ടമില്ലാത്ത ഒരാൾക്ക് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ വായിൽ ഗ്യാസ് വരും, ഗ്യാസ്ട്രൈറ്റിസ് വരും, അതും നിങ്ങൾക്കറിയാം. അതൊക്കെ നിങ്ങൾ വൺസ് അനുഭവിച്ചതുകൊണ്ട് നിങ്ങൾ ക്യൂരിയസ് ആയതുകൊണ്ടാണ് നിങ്ങൾക്കത് ഓർമ്മ ഉള്ളത്. അപ്പോൾ അത് നിങ്ങൾ പഠിക്കുന്ന വിഷയം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ബി ക്യൂരിയസ്. അത് നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ ആ ഗോളിനോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു ക്യൂരിയോസിറ്റി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. അപ്പം ഞാൻ ഗോൾ സെറ്റ് ചെയ്തു, ഞാൻ പഠിക്കുന്ന കാര്യത്തിൽ ക്യൂരിയസ് ആണ്, പക്ഷേ എനിക്കെന്തില്ല, എനിക്ക് കഴിവില്ല, ഞാൻ ടാലൻ്റ് അല്ല, എനിക്ക് പറഞ്ഞ ഐക്യമില്ല, അവന് ഭയങ്കര ബുദ്ധിയാണ്, അവർക്ക് ഫോട്ടോഗ്രാഫിക് മെമ്മറിയാണ്, അവന് പെട്ടെന്ന് മാത്സ് പെട്ടെന്ന് സോൾവ് ചെയ്യുന്നുണ്ടാവും, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കേൾക്കുന്നുണ്ടാവും. പക്ഷേ സയൻസ് ആയിക്കോട്ടെ, അത്യാവശ്യം നമ്മളൊരു വേൾഡ് വൈഡ് ആയിട്ടുള്ള ഒരു പഠനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ടാലൻ്റ് എന്ന് പറയുന്ന ഒരു കാര്യം. അപ്പോൾ ഇതിൽ പാട്ട് പാടുന്ന ആൾക്കാരുണ്ടാവും, ഡാൻസ് കളിക്കുന്ന ആൾക്കാരുണ്ടാവും, സ്വിം ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഫുട്ബോൾ കളിക്കുന്ന ആൾക്കാരുണ്ടാവും. നിങ്ങൾ ഇത്രയും ഈ 16-17 വയസ്സിൻ്റെ ഇടയിൽ നിങ്ങൾ ഡെവലപ്പ് ചെയ്ത കുറേ ടാലൻ്റ് ഉണ്ട്. എല്ലാവരോടും ചോദിച്ചാൽ മനസ്സിലാവും എത്രത്തോളം കാലം അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഹാർഡ് വർക്ക് ചെയ്താൽ മാത്രമേ ഈ പറയുന്ന ടാലൻറ്റ് നിങ്ങളിലേക്ക് എത്തുന്നുണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിനെക്കുറിച്ച് അറിയുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, അതിൻ്റെ ഫണ്ടമെൻ്റൽ വെച്ച് നിങ്ങൾ പഠിക്കുക. ആ പഠിക്കാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായി, നമ്മൾ ബി ക്യൂരിയസ് ആയി, നമ്മൾ ആ മനസ്സിലായി ഹാർഡ് വർക്ക് ചെയ്താൽ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് ടാലൻറ്റ് കിട്ടുമെന്ന് മനസ്സിലായി. ഇനി ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ, ഒരു പ്രോസസ്സ് ഉണ്ട്. ഇഫ് യു ഹാവ് ടു ബിക്കം എ സിവിൽ സർജൻ അല്ലെങ്കിൽ സിവിൽ സെർവൻറ്റ്, അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആവണം, ഒരു എഞ്ചിനീയർ ആവണം, അതിൻ്റെ പ്രോസസ്സ് നിങ്ങൾ മനസ്സിലാക്കണം. ഈ പ്രോസസ്സ് മനസ്സിലാക്കണമെങ്കിൽ എന്ത് ചെയ്യണം, അതുമായി ബന്ധപ്പെട്ട് പഠിച്ചതോ പഠിച്ചിട്ട് കിട്ടാത്തവരോ ആരെങ്കിലുമായിട്ടുള്ള ആൾക്കാരുമായിട്ടുള്ള ഒരു മെൻറ്റർ വേണം, ഒരു ഗൈഡ് വേണം, എന്താണ് ആ പ്രോസസ്സ് എന്നുള്ളത്. സോ നിങ്ങളൊരു ഇത്രയും ലെവലിലോട്ട് എത്തിയാൽ, നിങ്ങൾ ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഗോൾ അവിടെ നിർത്തിക്കൊണ്ട് ആ പ്രോസസ്സ് എന്താണെന്നുള്ളത് എന്ത് ചെയ്യുക, നിങ്ങൾ മനസ്സിലാക്കുക. ഇന്നത്തെ കാലത്ത് എന്താണ്, ആ പ്രോസസ്സ് മനസ്സിലാക്കാൻ യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. നിങ്ങൾ പഠിക്കണം, പഠിക്കുന്നത് വലിയ ഏതെങ്കിലും സ്ഥലത്ത് തന്നെ ആവണം. ആ സ്ഥലം തന്നെയാണ് നിങ്ങളെയും നിങ്ങളെ പാരൻസിനെയും പ്രൗഡാക്കുക. അതാണ് നിങ്ങളിൽ ഹാപ്പിനെസ് കൊണ്ടുവരിക. അതിൻ്റെ കൂടെ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ആ പോയിന്റ് ഹാർഡ് വർക്ക് ചെയ്യുന്നതിൻ്റെ ഒരു ലിമിറ്റ് ഉണ്ട്. ആ ലിമിറ്റ് എത്ര എന്നുണ്ടെങ്കിൽ യു ഹാവ് ടു നോ.